കാര്യങ്ങൾ ഞാൻ എടുത്തതാണ്. പിന്നെ BMI ആയി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റിച്ച ആളുകളുണ്ട്, നന്നായി എഴുതിയ ആളുകളുണ്ട്. എല്ലാവർക്കും സന്തോഷങ്ങൾ. പിന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ ഫസ്റ്റ് വൺ, സിറ്റ് ആൻഡ് റീച്ച്. നമ്മളത്തെ ഒരു കസേല പിന്നെ മാക്സിമം എത്രയാണ് സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ തൊടാൻ പറ്റുക നോക്കിയല്ലോ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി അളക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെ ഒരു പേഴ്സണിൻ്റെ എബിലിറ്റിയാണ് എന്തിന് ഫുള്ള് എനർജി വെച്ചിട്ട് പിന്നെ ഡെയിലി റൂട്ടീനിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. അപ്പോൾ അത് എന്ത് തരം ഫിറ്റ്നസ് ആണ് എന്നാണ് ചോദ്യം. നമ്മൾ എൻഡുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് കായികക്ഷമതയാണ്. പിന്നെയോ ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, സ്പോർട്സ് ഐറ്റവും സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും തമ്മിൽ ഉള്ള ഒരു ബന്ധമുള്ള ഒരു പാഠഭാഗം അതിലുണ്ട്. ഹെൽമെറ്റ്, ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിൽ ഹെൽമെറ്റ് എന്നൊക്കെ പോലെ. അപ്പോൾ ഇതിൽ ഷിൻ ഗാർഡ് ഉപയോഗിക്കുന്നത് ഏത് തരം കളിയിലാണ് എന്നുള്ളതാണ്. ഇവിടെ ഷിൻ ഗാർഡ് ഉപയോഗിക്കുന്നത് ഫുട്ബോളിലാണ്. പിന്നെയോ അത് കുറച്ച് കുട്ടികൾ എഴുതിയിട്ടുണ്ടേ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രോൺസ് മെഡൽ. സിമ്പിളാണ്, മലയാളിയാണ്, മലയാളി ഹോക്കി പ്ലെയറുള്ള പിന്നെ ഇന്ത്യൻ ടീമിനെയാണ് ഇത് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ പിന്നെ തേർഡ് കിട്ടിയത്. തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രോൺസ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ ബ്രോൺസ് കിട്ടിയ ഓർമ്മയില്ലേ എനിക്ക്, സൈനുൽ ആബിദിന്. അപ്പോൾ സഞ്ജു സാംസൺ ക്രിക്കറ്റ് കളിക്കാരനാണ്, അനസ് എടത്തൊടിക്ക ഫുട്ബോൾ കളിക്കാരനാണ്. പിന്നെയോ അപ്പോൾ ഇവിടെ ഉള്ളത് ശ്രീജേഷാണ്. യെസ്, അവനൊരു ഗോൾ കീപ്പർ കൂടിയാണ്. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, ഫസ്റ്റ് തിങ് ടു ഡു വെൻ സംവൺ ഹാസ് നോസ് ബ്ലീഡിങ്. ഒരു ചങ്ങാതിൻ്റെ മൂക്ക് പൊട്ടി ചോര വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ടു മേക്ക് ലീൻ ഡൗൺ എന്നാണ് ഇതിൽ കാണുന്നത്. ഇതിൻ്റെ ഉത്തരം പിന്നെ മൂക്ക് നമ്മളെ ഇപ്പോൾ അടിച്ചു പോയാലെല്ലാം ചോര വരില്ല, ചെറിയ എന്ത് ചെയ്യും ക്യാപ്പിലറീസ്, ചെറിയ പിന്നെ ഞരമ്പുകളാണ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോര വരും. മാൻഡിബിളിൻ്റെ അടുത്തൊക്കെ മുമ്പ് കണ്ണിൻ്റെ താഴെല്ലാം അടിച്ചു പോയാൽ മൂക്കിൽ നിന്ന് ചോര വരും. അപ്പോൾ ഇതിൽ ബി ആണ് ഉത്തരമായിട്ട് പറയുന്നത്, ടു മേക്ക് സിറ്റ് ബൈ ലിഫ്റ്റിംഗ് ദ ഹെഡ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പിന്നെ അതായത് കൂടുതൽ ചോര പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ നമ്മളിപ്പോൾ ഐസൊക്കെ വെക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം, തുണി കൂട്ടിയിട്ട് വെക്കണം, അപ്പാട് വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ മല കയറുന്ന സമയത്ത്, നമ്മൾ ഹിമാലയനിലെല്ലാം കയറുന്ന സമയത്ത് മൂക്കുന്ന ചോര വരുമല്ലോ ചെയ്യല്ലോ പൊട്ടിയിട്ട്. പിന്നെ ആറാമത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പിന്നെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടാണ്. ഹെൽമെറ്റ്, ഇത് കുറച്ച് കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്ത് ഗ്ലൗ ഉണ്ടല്ലേ, നമ്മളെ MSTൻ്റെ ഒക്കെ എന്തുണ്ട്, ഗ്ലൗ ഉണ്ട് വിക്കറ്റ് കീപ്പറിൻ്റെ. പിന്നെ തൈ പാഡ്, തൈ എന്ന് പറയുമ്പോൾ നമ്മളെ പിന്നെ തുടയെല്ലിനൊക്കെ പരിക്ക് വരുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ചങ്ങായി പിന്നെ ഹെൽമെറ്റ് ഇട്ടിട്ടും തലക്കൊണ്ടിട്ട് മരിച്ചു വയ്ക്കുന്ന പറഞ്ഞാൽ ഓസ്ട്രേലിയക്കാരെ. പിന്നെ ലെഗിൻ്റെ പാഡ് അല്ലേ, LBW ആകുന്നൊരു പരിപാടിയില്ലേ, ലെഗ് ബിഫോർ വിക്കറ്റ്. അപ്പോൾ ആ പാഡ് നമ്മളെ മുട്ടിന് ചിരട്ടക്കെല്ലാം കൊണ്ടാൽ പണി കിട്ടുന്നതിന് പിന്നെ എന്ത് ചെയ്യും, പാഡ് ഉണ്ടാവും. ഓരോ കമ്പനീൻ്റെ പേര് വെറുതെ പരസ്യത്തിന് കൊടുക്കുന്നത്. പിന്നെ ചെസ്റ്റ് പാഡ് ഉണ്ടാവും, ചെസ്റ്റിനൊക്കെ പിന്നെ അടി കിട്ടുന്നതിന്. പിന്നെ നമ്മളെ ഈ പ്രത്യേകിച്ചിട്ട് പിന്നെ ഹോക്കിയിലാണെങ്കിൽ മൊത്തം കവർ ചെയ്തിട്ടുണ്ടാവുക. ഹോക്കി ഒരു ബോൾ പോലത്തെ സാധനമല്ല, ഗോൾഫിൻ്റെ ബോൾ പോലത്തെ, അതായിട്ട് അടിച്ചിങ്ങനെ നല്ല പണി കിട്ടും. പിന്നെ ഇത് തെറ്റിച്ചാണ് എനിക്ക് ഏറ്റവും ദേഷ്യം പിടിച്ചായിട്ടുക. BMI 30 ആൾക്ക് ക്ലാസ്സിൽ നിന്നൊരു കാര്യം ചെയ്യുമ്പോൾ 30-ൽ ഒരു 10 ആക്കെങ്കിലും പിന്നെ ഓക്കെ ആവും എന്നുള്ള നിലക്കാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ BMIൻ്റെ കൺസെപ്റ്റ് ചില ആളുകൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഹൈറ്റും വെയ്റ്റും നോർമലാണോ എന്നൊക്കെ നോക്കാനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം. പിന്നെ വെയ്റ്റ് എത്രയാണോ വെയ്റ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ, നമ്മളെ ഹൈറ്റ്, അതായത് വെയ്റ്റ് ഇൻ കിലോഗ്രാം, ദ റേഷ്യോ ഓഫ് വെയ്റ്റ് ഇൻ കിലോഗ്രാം ടു ദ പിന്നെ ടു ദ ഹൈറ്റിൻ്റെ സ്ക്വയറാണ്, സ്ക്വയർ ഓഫ് ഹൈറ്റ്. അപ്പോൾ നമ്മളത് ക്ലാസ് ഒന്ന് കണ്ടതാണ്, എല്ലാ കുട്ടികളും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങളെ ഓൺലൈനായിട്ട് ഡാറ്റ കൊടുക്കണേനും അതിൽ BMI കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് റൈറ്റ് മെത്തേഡ്, എന്ത് മെഷർ ചെയ്യാനുള്ള, ഹ്യൂമൻ ഹൈറ്റ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ് ഒന്നുമില്ല. നമ്മൾ ക്ലാസ് ഒന്ന് ചെയ്തൊരു പരിപാടിയില്ലേ, കാല് രണ്ടും എന്ത് ചെയ്യുക, ചെരുപ്പ് കഴിച്ചിട്ട് പിന്നെ ചെരുപ്പ് കഴിച്ചിരിക്കുക, എന്നിട്ട് ചെരുപ്പ് കഴിച്ചിട്ട് നിൽക്കുക, എന്നിട്ടോ തല പിന്നെ ഫോർവേഡാക്കി വെക്കുക. പിന്നെയോ പിന്നെ നമ്മളെ ഉപ്പൂറ്റി, അതായത് ഹീല്, പിന്നെ മടമ്പ്, പിന്നെ മുട്ടുകാല് അതൊക്കെ, അതായത് സ്ട്രൈറ്റ് നിൽക്കണം, കറക്റ്റ് ചുമരുമ്പോൾ ചാരി സ്ട്രൈറ്റ് നിൽക്കുക, എന്നിട്ട് നേരെ നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് കുട്ടികളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അധികം പറയാത്തത് നമ്മളെ വീഡിയോ കൂടിപ്പോകുന്നുണ്ടാണ്. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കോമ്പണൻസ്, അതാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലുള്ള സാധനമാണ്. മസിൽ സ്ട്രെങ്ത്, സ്പീഡ്, കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം, സ്പീഡ് വേഗത എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം. പിന്നെ സൈക്ലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്, എന്താണ് സൈക്ലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്, സൈക്ലിങ് ചെയ്താൽ എന്താണ്, മസിൽ സ്ട്രെങ്ത് ആവും, പിന്നെ നല്ല എൻഡുറൻസ് കിട്ടുന്നൊക്കെ എഴുതിയ കുറേ ആൾക്കാരുണ്ട്. ഡിസിനെസ്സിൻ്റെ പ്രിക്കോഷൻ എന്താണ് നമ്മൾ എടുക്കേണ്ടതെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു.
ഒരു തലകറക്കെല്ലാം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ലോട്ട് ഓഫ് ടു ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ, പിന്നെ എന്താ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് നമ്മൾ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ ബാക്കിയൊന്നും എഴുതിയില്ലെങ്കിലും ഈ 7ഉം 8ഉം എന്ത് ചെയ്യാൻ വേണം എഴുതണേ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. 30 ആളുകൾ 29 ആളുകളെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ എഴുതിയിട്ടുണ്ട്, സന്തോഷം. പിന്നെ ആർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ലല്ലബിയാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്നുള്ളത് എന്താണ്, ഒരു താരാട്ട് പാട്ടാണ്. താരാട്ട് പാട്ടിന് നമ്മൾ ഇംഗ്ലീഷിൽ ലല്ലബി എന്ന് പറയും. ബാക്കി പാട്രിയോട്ടിക് സോങ് ദേശഭക്തി ഗാനമാണ്, വഞ്ചിപ്പാട്ട് വേറെയാണ്, ഡ്രാമേൻ്റെ സോങ് വേറെയാണ്. പിന്നെ ഈ ചിത്രത്തിൽ കണ്ട ആളാരാ, ജസ്റ്റ് എന്ത് ചെയ്യുക നോക്കുക. ബാലാമണി അമ്മ ഒരു എഴുത്തുകാരിയാണ്. പിന്നെ മാധവിക്കുട്ടി, ബാലാമണി അമ്മേൻ്റെ മോളാണ് ഈ മാധവിക്കുട്ടി എന്നറിയപ്പെടുന്ന കമലാദാസ് എന്ന് പറയപ്പെടുന്ന കമലാ സുറിയ. പിന്നെയോ അപ്പോൾ നമുക്ക് എനിക്ക് KS ചിത്രമുണ്ട്, ഓളൊരു പാട്ടുകാരിയാണ്. അപ്പോൾ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യാണ് എന്നുള്ള നിലക്കങ്ങ് പോവാം. ചില സമയത്ത് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്, എലിമിനേറ്റ് ചെയ്യുക നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ. പിന്നെ എന്ത് ചെയ്യുക, ഡ്രാമ എക്സ്പേർട്ട് ആരാണ് ഇതിൻ്റെ അകത്തുള്ള, ഇതിൻ്റെ ശങ്കരം പിന്നെ പിള്ളയാണ്. പിന്നെ ഉള്ളത് ആർട്ട് മൂവ്മെൻറ്റ് ഇംപ്രനേഷൻ ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്, അത് പാരീസ് നിന്നാണെന്നാണ് ഉത്തരം. പിന്നെ 5-മത്തത് ഫോക്ക്, ഇതേണ്ട FOLK എന്ന് പറഞ്ഞാൽ പിന്നെ നാടോടി എന്നാണ് അർത്ഥം. നാടോടി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നാടൻ പാട്ടുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുമോ ഇങ്ങനെയാണ് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ പണ്ടേ പിന്നെ പാരമ്പര്യമായിട്ടൊക്കെ ഒരു കൃത്യമായിട്ട് ഉണ്ടാക്കാതെ, കീബോർഡൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയാണ്, വയലിൻ ഇപ്പോൾ ഉണ്ടാക്കിയാണ്, ഗിറ്റാർ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയാണ്, പുള്ളുവ വീണയാണ്, അത് കുറേ ആൾക്കാരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെയോ റൈറ്റ് ദ നെയിംസ് ടു മീഡിയ യൂസ്ഡ് ഫോർ സ്കൾപ്ചർ. യെസ്, പ്രതിമ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം, കുറച്ച് ചങ്ങായി. പിന്നെ ആക്സ് വേണോ ഹാമർ വേണം എന്നുള്ള രീതിക്ക് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനെ കൊണ്ടെല്ലാം ഉണ്ടാക്കുക, ക്ലേ കൊണ്ട് ഉണ്ടാക്കൂ, പിന്നെ അങ്ങനെ അവരുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയ. ഇനിയിപ്പോൾ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കൂ. പിന്നെ ഉരുക്ക് മനുഷ്യനുണ്ടല്ലോ, എടാ നർമ്മദാ തീരത്തൊരു ചങ്ങായി ഇങ്ങനെ നിൽക്കുന്നില്ലേ, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പല സാധനങ്ങളും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മെഴുക് പ്രതിമ ഉണ്ടാക്കും അല്ലേ. അബ്രഹാം ലിങ്കൻ്റെ ഒരു മെഴുക് പ്രതിമ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂട് കൂടിയിട്ട് പിന്നെ മെൽട്ടായി പോയി. ഞാൻ ഒരു ദിവസം ഗ്രൂപ്പിലിട്ട്